ഈ പ്രാവശ്യത്തെ വീഡിയോയിൽ ഞാൻ കുറച്ച് അധികം സാരീസ് കാണിക്കാനുള്ള പ്ലാൻ ഉണ്ട് കേട്ടോ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആഷിമയിലെ ടോപ്പ് സെമി ലെനിൻ സാരി എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ കസ്റ്റമേഴ്സിന് നമ്മൾ ആദ്യമൊക്കെ സംശയം സെമി ലെനിൻ കാണിക്കണോ വേണ്ടോ എന്നൊക്കെ, പക്ഷേ കാണിച്ച് കഴിഞ്ഞ സമയത്ത് ഏറ്റവും കൂടുതൽ നമ്പേഴ്സ് വിറ്റതും ഇന്നും എൻക്വയറി വരുന്ന സാരീസാണ് ഇന്നൊരൊറ്റ വീഡിയോയിൽ കാണിക്കാൻ പ്ലാൻ. അപ്പോൾ നിങ്ങൾ ആലോചിക്കും അതെന്ത് പറ്റിയിട്ടാക്കി, സാധാരണ പതിവില്ലാത്തൊരു കാര്യം, എന്നാലല്ലേ നിങ്ങളെയൊക്കെ ഒന്ന് പ്രീതിപ്പെടുത്താൻ പറ്റുള്ളൂ എന്നുള്ള പ്ലാൻ. ഇത് എല്ലാം 1400 ബഡ്ജറ്റ് ആയിരിക്കും. നിങ്ങൾക്ക് എന്താ പറയുക, ഒരു ഓഫീസിൽ തൊട്ട് രാവിലെ എന്താ പറയുക ജസ്റ്റ് ഒരു മീറ്റിംഗ് ഉണ്ട്, ഓഫീസിലൊരു മീറ്റിംഗ് ഉണ്ട്, നിങ്ങൾക്ക് കൊടുത്തുകൊണ്ട് പോവാം. ഈവനിങ് അത് കഴിഞ്ഞ് നിങ്ങൾക്കൊരു റിസപ്ഷൻ ഉണ്ട്, ഇല്ലെങ്കിൽ എന്താ പറയുക ഒരു ബർത്ത്ഡേ ഫംഗ്ഷൻ ഉണ്ട്. ഇതെല്ലാം കഴിഞ്ഞ് നിങ്ങളുടെ ബോയ് ഫ്രണ്ടിനെ ഒന്ന് കാണാൻ വേണ്ടി പോകണം, ഇല്ല നിങ്ങൾക്ക് ആരെയും കാണണ്ട, ജസ്റ്റ് ഒരു ഷോപ്പിംഗ് ഡേ ആണ്, സുഖമായിട്ട് ഉടുത്തുകൊണ്ട് പോകാൻ പറ്റുന്ന കാറ്റഗറിയിലുള്ള സാരീസാണ് ഫുൾ കാണിക്കുന്നത്. ഓരോന്നും ഓരോ തീമാണ്. 1400 സെമി ലിനൻ, രണ്ട് സൈഡ് നമുക്ക് സിൽവർ ബോർഡറൊക്കെ ആണെങ്കിലും ഓരോ സാരിയും ഓരോ ഒക്കേഷൻ നിങ്ങൾക്ക് പ്ലാൻ ചെയ്യാൻ പറ്റുന്ന സാരിയാണ്. ഇത് നമ്മുടെ ഇൻഡിഗോ ബ്ലൂവിൽ ടൈ ആൻഡ് ഡൈ വരുന്ന സാരി, നമുക്ക് ഷിബോരി പാറ്റേണിൽ വരുന്ന സാരിയാണ്. ഇതൊക്കെ നിങ്ങളുടെ കയ്യിലൊരു സ്ലീവ്ലെസ് ബ്ലൗസോ ഇല്ലെങ്കിൽ ക്രോപ്പ് ടോപ്പ് ഉണ്ട്. ഇപ്പോൾ ഇപ്പോഴത്തെ കാലത്തൊക്കെ നമുക്ക് ബനിയൻ മെറ്റീരിയലിൽ തന്നെ നമുക്ക് ക്രോപ്പ് ടോപ്പും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. അങ്ങനത്തെ ഒരു സ്ലീവ്ലെസ് ബ്ലൗസിൻ്റെ കൂടെ പെയർ ചെയ്യാൻ പറ്റുന്ന സാരിയാണ് ഈ ഒരു ഇൻഡിഗോ ബ്ലൂ. ഞാൻ ഫുള്ളി ഡ്രേപ്പ് ചെയ്ത് കാണിക്കുന്നില്ല. ഇതിൻ്റെ എല്ലാ സാരീസിൻ്റെയും പിക്ചേഴ്സ് നിങ്ങൾക്ക് വെബ്സൈറ്റിൽ തന്നെ കിട്ടും. എല്ലാം റെഡി ഫോർ ഡിസ്പാച്ച് ആണ്, കാത്തൊന്നും ഇരിക്കേണ്ട. ഇതാണ് ബ്ലൗസ് വരാം. പിന്നെ ഗിഫ്റ്റിംഗ് പർപ്പസ്, ഇപ്പം നിങ്ങൾക്ക് ബെസ്റ്റ് ഫ്രണ്ട് ബർത്ത്ഡേ കല്യാണം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഇതൊക്കെ ഉണ്ടല്ലോ സട്ടിൽ, നിങ്ങൾക്ക് ഒരു മീറ്റിംഗ് ഉള്ള ദിവസമാണ്. ഇപ്പോൾ ഷർട്ടൊക്കെ ഇപ്പോൾ 20s നിൽക്കുന്ന കുട്ടികളും സാരീസൊക്കെ കൊടുത്ത് തുടങ്ങിയിട്ടുണ്ട്. നിങ്ങൾക്ക് എന്താ പറയുക കയ്യിലൊരു വൈറ്റ് ഷർട്ട് ഉണ്ട്, നിങ്ങൾക്ക് ജസ്റ്റ് പ്ലീറ്റൊക്കെ എടുത്ത് ഒന്ന് സാരി ഉടുക്കണം, കുറച്ച് ട്രെൻഡിങ്ങിൽ നിൽക്കണം, അല്ലെങ്കിൽ എന്താ പറയുക സ്നീക്കേഴ്സ് ഉണ്ടാകും. ഞാൻ ഇതിനൊക്കെ എഗെയിൻസ്റ്റ് ആണ്. ഉള്ളതായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് സാരീസിൻ്റെ കൂടെ എനിക്ക് ഷൂസൊക്കെ ഇടുന്ന കാണുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം വരും സത്യം പറഞ്ഞാൽ. കാരണം ഓരോന്നിനും ഓരോ രീതിയില്ലേ എന്നൊക്കെ ഞാൻ ചിന്തിക്കും. മറ്റേ പറയത്തില്ല അമ്മ വൈബ് എന്നൊക്കെ പറയില്ല, ആ വൈബിൽ ഞാനും എത്തിയിട്ടുണ്ട്. ഇത് അടുത്തൊരു ലൈറ്റ് പേർപ്പിൾ ഷെയ്ഡിൽ ഫുൾ ചെക്ക് പാറ്റേണാണ് വരുന്നത്. സിമ്പിൾ ഹക്കോബ വൈറ്റ് ബ്ലൗസ്, അതിൻ്റെ ആവശ്യമേ ഉള്ളൂ. സെയിം ഷെയ്ഡ് ബ്ലൗസ് പോലും വേണ്ട. ഒരു വൈറ്റ് ബ്ലൗസ് കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ സുഖമായി പെയർ ചെയ്യാൻ പറ്റുന്നൊരു ഷെയ്ഡും പാറ്റേണാണ്. കാരണം ക്ലോസപ്പിൽ നോക്കുമ്പോൾ നിങ്ങൾക്കറിയാം വൈറ്റ്, നമുക്ക് പേർപ്പിൾ ആൻഡ് വൈറ്റ് കോമ്പിനേഷനാണ് വരുന്നത്. ഒരു വൈറ്റ് ബ്ലൗസ് ഹക്കോബ ബ്ലൗസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. ഇല്ല നേരത്തെ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് എന്താ പറയുക ഒരു ബനിയൻ മെറ്റീരിയൽ നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ചെയ്യാം. ഇത് വേറെ ഒന്നുമല്ല, ഒരു ഫംഗ്ഷൻ എടുക്കാൻ പറ്റുന്നൊരു ഷെയ്ഡാണ്. നമ്മുടെ ടൊമാറ്റോ ഓറഞ്ചാണ് വരുന്ന സംഭവം. നല്ല രസമുള്ള ഷെയ്ഡാണ്. ഇതാണ് സാരി. റെഡൊന്നും അല്ല, ടൊമാറ്റോ റെഡാണ്. നല്ല ബ്രൈറ്റാണ്. നമുക്ക് രാവിലെ കൊടുത്തുകൊണ്ട് പോയി കഴിഞ്ഞാലും നമ്മൾ പറയില്ല ഒരു മനുഷ്യൻ പോലും ഇടാണ്ട് നമ്മളെ വായി നോക്കും എന്ന് പറയുന്ന പോലത്തെ ഒരു സാരി. ഒരു ഫംഗ്ഷൻ, ഈവനിങ് ഫംഗ്ഷന് ബാക്കി എല്ലാവരും എക്സ്പെൻസീവ് ആയിട്ടുള്ള സാരീസോ ഇല്ലെങ്കിൽ എന്താ പറയുക ഡ്രസ്സൊക്കെ ഇട്ടുകൊണ്ട് പോകുമ്പോഴും ഈ ഒരു ഷെയ്ഡിൽ ഈവനിങ് ഫംഗ്ഷന് പോയി കഴിഞ്ഞാൽ വേറെ സംസാരമൊന്നുമില്ല, അത്രേ ഉള്ളൂ. സെയിം ഷെയ്ഡ് ബ്ലൗസ് തന്നെ സ്റ്റിച്ച് ചെയ്യണം. ഇങ്ങനത്തെ സാരിയൊക്കെ ഇങ്ങനത്തെ ഷെയ്ഡൊക്കെ ഉണ്ടല്ലോ, നമുക്ക് കോൺട്രാസ്റ്റ് ഒക്കെ ഇടുന്നതിനെക്കാട്ടിലും എൻ്റെ അഭിപ്രായത്തിൽ സെയിം ഷെയ്ഡ് ബ്ലൗസ് തന്നെ വേണം. ഇതിനകത്ത് വൈറ്റ് വരുന്നുണ്ടെങ്കിലും നിങ്ങൾ സെയിം ഷെയ്ഡ് ബ്ലൗസ് തന്നെ ഇതിനോട് സ്റ്റിച്ച് ചെയ്യുന്നതാണ് ആ ഒരു അഴക് വരുന്നത് സത്യം പറഞ്ഞ സാരിക്ക്. പിന്നെ വരുന്നത് ഇത്രയും സാരി കാണിച്ചാലും സെമി ലിനനിൽ ഇൻഡിഗോ ബ്ലൂ ആൻഡ് വൈറ്റ്, അത് വിട്ട് വേറെ കളി നമുക്ക് ആർക്കുമില്ല. അതിന് ആവശ്യമേയല്ല. ഇനി ഏത് സാരി സ്റ്റോറിൽ പോയാലും സെമി ലിനൻ അവരുടെ കളക്ഷനിലുണ്ടോ അവരുടെ കയ്യിൽ ഈ ഒരു പാറ്റേൺ ഉണ്ടാവണം, അതായത് ഇൻഡിഗോ ബ്ലൂ ആൻഡ് വൈറ്റ്. നമ്മൾ എടുത്തേക്കുന്ന പാറ്റേൺ എന്താണെന്ന് ചോദിക്കുമ്പോഴത്തേക്കും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലാ വിധപ്പെട്ട സാരി സ്റ്റോഴ്സിലും ഈ ഒരു കോമ്പിനേഷൻ ഉണ്ട്. അതുകൊണ്ട് തന്നെ മാഷിമേൽ ഒരു പൊടിക്ക് ഡിഫറെൻ്റ് ആയിട്ടൊരു സാരി കൊടുക്കണം നമുക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഫുൾ ഓൺ പ്രിൻ്റ് എടുക്കുന്നതിന് പകരം നമ്മൾ ചെയ്തേക്കുന്ന കുറച്ചും കൂടി ഒരു ഡിസൈനർ ടൈപ്പ് ഓഫ് രീതിക്ക് എടുത്തിരിക്കുന്നത്. മുകളിൽ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്കൊരു സിൽവർ ഒരു ബോർഡർ ഉണ്ടാവും, താഴെ ബ്ലോക്ക് പ്രിന്റ്. ഇതെല്ലാം ഹാൻഡ് മെയ്ഡ് സാരീസാണ്. എല്ലാവരുടെയും വിചാരമുണ്ട് നമുക്കൊരു എക്സ്പെൻസീവ് ആയിട്ടൊരു സാരി മാത്രമേ ഹാൻഡ് മെയ്ഡ് സാരി ഉള്ളൂ എന്ന്. ഒരിക്കലും അല്ല. 1400 നമ്മുടെ സെമി ലിനൻ സത്യം പറഞ്ഞാൽ ഹാൻഡ് ഡൈഡ് ആണ്, ഹാൻഡ് മെയ്ഡ് ആണ്, ഹാൻഡ് ബ്ലോക്ക് പ്രിന്റ് ആണ്. ഇത്രയും സോഫ്റ്റ് ആയിട്ട് ഒരു കൈക്കുഞ്ഞിനെ പോലും നമുക്ക് സുഖമായിട്ട് ഈ സാരി ഉടുത്ത് നമുക്ക് എടുക്കാൻ പറ്റും. പക്ഷെ അത്രയ്ക്ക് സോഫ്റ്റാണ് സാരി. കണ്ടോ, താഴെ മാത്രം നമുക്ക് ഇതുപോലത്തെ ഒരു പ്രിന്റും കാര്യങ്ങളും വരുന്നുണ്ട്, മുകളിൽ ചെറിയൊരു പ്രിന്റേ വരത്തുള്ളൂ. കുറച്ചും കൂടി നമുക്കൊരു ഡിസൈനർ കോൺസെപ്റ്റ് എന്നൊക്കെ പറയാം. സാധാരണ യൂഷ്വൽ കാണുന്ന ഒരു സാരി ഉണ്ടല്ലോ ഇൻഡിഗോ ബ്ലൂ ആൻഡ് വൈറ്റ് എന്ന് പറഞ്ഞാൽ ഫുൾ ത്രൂ ഔട്ട് ദ സാരി പ്രിന്റ് ഉണ്ടാവും. ഇതങ്ങനെയൊന്നും അല്ല, ഏത് പ്രായക്കാർക്കും ഉടുക്കാൻ പറ്റുന്ന സാരിയാണ്. ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് എൻ്റെ അഭിപ്രായത്തിൽ ഈ സാരിയുടെ കൂടെയും വൈറ്റ് ബ്ലൗസ് പെയർ ചെയ്യുന്നതിനെക്കാട്ടിലും ഇത് തന്നെ കൊടുക്കണം. കാരണം ചില സാരിക്ക് നമുക്ക് കോൺട്രാസ്റ്റ് കളിക്കുമ്പോഴത്തേക്കും ഭയങ്കര ഭംഗിയായിരിക്കും, ചില സാരി ഭയങ്കര ഭംഗിയായിരിക്കും. അപ്പോൾ നമുക്ക് കോൺട്രാസ്റ്റ് ബ്ലൗസ് പീസ് എടുക്കുമ്പോഴത്തേക്കും വരുന്ന ഇഷ്യൂ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ
സാരീനെക്കാട്ടിലും അറ്റൻഷൻ ഫുൾ നമുക്ക് ബ്ലൗസ് പീസ് പോവും. ഇനി അടുത്തത് നമ്മുടെ ഡയറി മിൽക്കിൻ്റെ ഷെയ്ഡ് പേർപ്പിൾ കണ്ടോ, ഇതാണ് അടുത്ത്. ഇതും ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് ഒരു ഇപ്പോൾ കോളേജിലൊക്കെ പഠിച്ചു കഴിഞ്ഞ കുട്ടികൾക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് ഒരു റീയൂണിയൻ പാർട്ടി ഇല്ലെങ്കിൽ കുറേ നാൾക്ക് ശേഷം ഫ്രണ്ടിൻ്റെ കൂടെ ഏതെങ്കിലും കഫേയിലൊക്കെ പോയി ഒരു 2-3 കഫേ ഹോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. കുറച്ച് രസമായിട്ടൊക്കെ പോകണം, കാരണം കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കേണ്ടി വരും. അപ്പോൾ നമുക്ക് ഫോട്ടോസിലൊക്കെ ഒന്ന് എടുത്ത് നിൽക്കണം. പിന്നെ ഫുൾ ഡേ നിങ്ങൾക്ക് ഓരോ സ്ഥലത്ത് കയറി ഇറങ്ങുക, ഷോപ്പിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള സാരി തന്നെ വേണം. ഇത് കണ്ടോ, ഭയങ്കര ലൈറ്റ് വെയ്റ്റ് ആണ്. ഇതാണ് സാരി, ഭയങ്കര രസമായിട്ടുള്ള ഷെയ്ഡാണ് കണ്ടോ. സ്ലീവ്ലെസ് ബ്ലൗസോ കോൺട്രാസ്റ്റ് ബ്ലൗസോ കണ്ടോ, ഇങ്ങനെയാണ് നിൽക്കുക. ഒരു പോണിറ്റെയിലൊക്കെ ആണെങ്കിൽ പോലും ഭയങ്കര ഭംഗിക്ക് നിങ്ങൾക്ക് ക്യാരി ചെയ്യാൻ പറ്റും ഇങ്ങനത്തെ സാരീസ്. ഈ സാരീസിന് എഫേർട്ട് വേണ്ട, അതാണ് ഏറ്റവും രസം. നമുക്ക് ചില സാരീസൊക്കെ കൊടുക്കുമ്പോഴേക്കും നമ്മുടെ മുടി സെറ്റ് ആവണം, നമ്മുടെ മേക്കപ്പ് സെറ്റ് ആവണം. പക്ഷേ ലിനൻ സാരീസ് എന്നൊക്കെ, നമ്മുടെ ഇങ്ങനത്തെ സാരി എന്നൊക്കെ പറയുമ്പോണ്ടല്ലോ, അങ്ങനത്തെ എഫേർട്ട് ഒന്നും പോണ്ട. സാരി മാത്രം കൊടുത്താൽ മതി. ബാക്കി ഒരു പൊടിക്കൊരു ലിപ്സ്റ്റിക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് മുടിയൊക്കെ പോണിറ്റെയിലോ മെസ്സി ഹെയർ ബണോ എങ്ങനെ വേണോ ചൂസ് ചെയ്യാൻ പറ്റും. ഇനി അടുത്താണ് നമ്മുടെ താരം. സാരീസ് ഞാൻ നേരത്തെ പറഞ്ഞില്ല, സ്നീക്കേഴ്സ് ഇട്ട് ചെയ്യണം. അതല്ല, നിങ്ങൾക്ക് കുറച്ചും കൂടി മിക്സ് ആൻഡ് മാച്ച് ചെയ്യണം, ഇല്ലെങ്കിൽ സാരി ഡ്രേപ്പിംഗ് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് ചെയ്ത് നോക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ ചെയ്യാൻ പറ്റുന്ന സാരി. കാരണം ഫുൾ സാരി നമുക്ക് ഇതുപോലത്തെ സ്ട്രൈപ്പ് പാറ്റേണാണ് വരുന്നത്. പ്ലീറ്റൊക്കെ എടുക്കാം, ഇല്ലെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ ചുമ്മാ എടുത്തത് ഇങ്ങനെ ഇട്ടാൽ പോലും അതിനൊരു കെയർ ഫ്രീ ലുക്ക് കാര്യങ്ങൾ അങ്ങനെയൊക്കെ കിട്ടുന്നൊരു സാരിയാണ്. ഇതെല്ലാം 1400 റേഞ്ചിലാണ്. നിങ്ങളൊന്ന് ആവശ്യം ഇപ്പോൾ സ്ഥിരം ഇപ്പം സാരി ഉടുക്കണം, ഇതുവരെ സാരി ഉടുത്തിട്ടില്ല, ഇനി അങ്ങോട്ട് സ്ഥിരം സാരി ഉടുക്കണം എന്നൊക്കെ വിചാരിക്കുകയാണെങ്കിൽ വേറെ ഒരു കളക്ഷനിലോട്ടും പോകണ്ട. സെമി ലിനനിൽ ഒരു 4-5 ഷെയ്ഡ്സ് എടുത്താൽ തന്നെ നിങ്ങളുടെ കാര്യങ്ങളെല്ലാം നടക്കും. കണ്ടോ, ഇതാണ് അതിൻ്റെ ബ്ലൗസ്. ഏത് പാറ്റേണിലും ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും. കാരണം ഒന്ന് ഭയങ്കര സോഫ്റ്റാണ് ഫാബ്രിക്, അപ്പോൾ കുറച്ചും കൂടി ഉടുക്കാനും കാര്യങ്ങളൊക്കെ സുഖമാണ്. ഇതൊക്കെ ആകുമ്പോഴത്തേക്കും അടുത്തത് ഇത് നമ്മുടെ ഹിറ്റ് സാരിയാണ്. കണ്ടോ, ഞാൻ ഇതുവരെ കാണിച്ചതൊക്കെ എനിക്ക് തോന്നുന്നു സിംഗിൾ ടോൺ സാരീസ് ആയിരിക്കും. നമുക്ക് വൈറ്റ് വരുന്നുണ്ട്. ഇത് കണ്ടോ, നമുക്ക് പിങ്ക് വൈറ്റ് ആൻഡ് യെല്ലോ കോമ്പിനേഷൻ വരുന്ന സാരി. നല്ല രസമായിട്ട് ഉടുക്കാം, സോഫ്റ്റാണ്, പ്രിൻസ് എല്ലാം ഉണ്ട്, കുറച്ചും കൂടി ലൈവ്ലി ആയിരിക്കും. സ്ഥിരം നമുക്ക് ബോൾഡായിട്ട് ഇല്ലെങ്കിൽ എന്താ പറയുക ബനാറസി കോൺസെപ്റ്റ് ഹാൻഡ് മെയ്ഡ് സാരീസൊക്കെ എന്താ പറയുക ഭയങ്കര ഹെവി ആയിട്ട് ഉടുക്കുന്ന ആൾക്കാർക്ക് ഒന്ന് മാറ്റി പിടിക്കാനും ഏത് കാലാവസ്ഥയിൽ എടുക്കാം. ചൂട് സമയമാണോ, തണുത്ത സമയമാണോ, ഇനി ട്രാവലിംഗ് ആണോ, ഇല്ലെങ്കിൽ എന്താ പറയുക കല്യാണം അല്ല, റിസപ്ഷൻ അല്ല, ജസ്റ്റ് എനിക്കൊരു സാരി എടുത്ത് നിന്ന് പുറത്തിറങ്ങാൻ തോന്നി, ഏത് വൈബിനും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന സാരീസാണ് ഈ കാണിച്ചെല്ലാം. എല്ലാം റെഡി ഫോർ ഡിസ്പാച്ച് ആണ്. നേരെ വെബ്സൈറ്റിൽ പോവുക, കോഡ് എൻട്രി ചെയ്ത് നോക്കുക, പടപടാ ബുക്ക് ചെയ്തോ, പെട്ടെന്ന് സാരി എത്തും. ബൈ.